AMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അറസ്റ്റിലായാൽ മന്ത്രിമാരെ നീക്കാനുള്ള ബിൽ അപാകതയൊന്നും കാണുന്നില്ലെന്ന് ശശി തരൂർ. അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ നീക്കാനുള്ള ബില്ലിനെ പിന്തുണച്ച് കോൺഗ്രസ് MP ശശി തരൂർ. ബില്ലിൽ താൻ തെറ്റ് കാണുന്നില്ലെന്നും ഇത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ശശി തരൂർ പറഞ്ഞു. ബില്ലിനെ കോൺഗ്രസ് തുറന്നെതിർക്കുമ്പോഴാണ് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി വീണ്ടും അഭിപ്രായ പ്രകടനവുമായി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദിയെ പ്രശംസിച്ചത് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ കെട്ടടങ്ങിയതിനു ശേഷമാണ് വീണ്ടും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നിലപാട് തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവം. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയ്ക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. എറണാകുളം പറവൂരിൽ പലിശക്കാരുടെ ഭീഷണിയിൽ വീട്ടമ്മ പുഴയിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ്. വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിയ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാറിനും ഭാര്യ ബിന്ദുവിനും എതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കോട്ടുവള്ളി സ്വദേശി ആശ ബെന്നി പുഴയിൽ ചാടി ജീവനൊടുക്കിയത്. മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാറിന്റെ ഭാര്യ ബിന്ദുവാണ് ഇവർക്ക് പണം നൽകിയത്. പണം നൽകിയവർ ആശയെ ഭീഷണിപ്പെടുത്തിയെന്ന് ഭർത്താവ് ബെന്നി ആരോപിക്കുന്നു. ആശയുടെ ആത്മഹത്യക്കുറിപ്പിലും ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. ഭീഷണിയെ തുടർന്ന് ആശ നേരത്തെ കൈഞ്ഞരമ്പ് മുറിച്ചിരുന്നു. മുതലിന്റെ ഇരട്ടി പലിശയും നൽകിയെന്നും ബെന്നി പറയുന്നു. 2 തവണകളായി 10 ലക്ഷം രൂപയാണ് ബിന്ദുവിൽ നിന്നും ആശ വാങ്ങിയതെങ്കിലും 24 ലക്ഷത്തോളം തിരികെ നൽകി എന്നാണ് ആശ പറഞ്ഞതെന്നും കുടുംബം വെളിപ്പെടുത്തുന്നു. പോലീസിൽ പരാതി നൽകിയെങ്കിലും വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നും കുടുംബത്തിന്റെ ആരോപണമുണ്ട്. കോൺഗ്രസിൽ നിന്നും അവഗണന. തിരുവനന്തപുരം ജില്ലയിലെ 2 കോൺഗ്രസ് നേതാക്കൾ CPIM-ൽ ചേർന്നു. തിരുവനന്തപുരം ജില്ലയിലെ 2 കോൺഗ്രസ് നേതാക്കൾ CPIM-ൽ ചേർന്നു. വെള്ളനാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത്, മഹേഷ് എന്നിവരാണ് പാർട്ടി വിട്ടത്. പാർട്ടി വിട്ടത് കോൺഗ്രസിൽ നിന്നുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചെന്ന് വി ജോയ് വ്യക്തമാക്കി. തിരുവനന്തപുരം ജില്ലയിലെ 2 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ CPIM-ൽ ചേരുമെന്ന് വി ജോയ് നേരത്തെ അറിയിച്ചിരുന്നു. വെള്ളനാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത്, അരുവിക്കര ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മഹേഷ് എന്നിവരാണ് CPIM-ൽ ചേർന്നത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ജീർണതയിൽ മനം മടുത്ത് കോൺഗ്രസ് രാഷ്ട്രീയം അവസാനിപ്പിച്ച് CPIM-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പുതുക്കുളങ്ങര പ്രശാന്ത്, അരുവിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മഹേഷ് എന്നിവരെ പാർട്ടി പതാക നൽകി സ്വീകരിച്ചു. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. ഭാരമുള്ള വസ്തു ഉപയോഗിച്ച് മുഖത്തടിച്ചു. അക്രമി പിടിയിൽ. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. ഔദ്യോഗിക വസതിയിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടിക്കിടെയാണ് ആക്രമണ ശ്രമം. പരിക്കേറ്റ മുഖ്യമന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമിയെ പോലീസ് പിടികൂടി. എല്ലാ ആഴ്ചയിലും മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് നടക്കുന്ന ജൻ സുൽവായ് എന്ന സമ്പർക്ക പരിപാടിക്കിടെയാണ് ആക്രമണം. രേഖ ഗുപ്ത അധികാരത്തിലേറിയതിനു ശേഷം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയിൽ ഈ പരിപാടി നടക്കാറുണ്ട്. ഈ സമയത്ത് മുഖ്യമന്ത്രിയെ കാണുവാനും പരാതി ബോധിപ്പിക്കുവാനും ആളുകൾ എത്തുന്നത് പതിവാണ്. ഇതിനിടെയായിരുന്നു ആക്രമണം. ഭാരമുള്ള വസ്തു ഉപയോഗിച്ച് മുഖത്തടിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. 35 വയസ്സുകാരനാണ് സംഭവത്തിൽ പിടിയിലായത്. പ്രാഥമിക അന്വേഷണം നടന്നുവരികയാണ്. ഇയാൾക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുണ്ടോ എന്നത് വ്യക്തമല്ല. ദില്ലി മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ ആക്രമണം ദൌർഭാഗ്യകരമായ സംഭവമാണെന്ന് ദില്ലി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദർ യാദവ് പ്രതികരിച്ചു. ദില്ലിയിലെ സ്ത്രീ സുരക്ഷയെ ബാധിക്കുന്നതാണ് സംഭവമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂരിൽ KSU പ്രവർത്തകനെ MSF യൂത്ത് ലീഗ് പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. KSU പ്രവർത്തകനെ MSF യൂത്ത് ലീഗ് പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. കണ്ണൂർ കാൾടെക്സിൽ വെച്ച് ഇന്നലെ രാത്രിയായിരുന്നു മർദ്ദനം. KSU പ്രവർത്തകനായ അജ്മൽ റോഷനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ അജ്മൽ റോഷനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തളിപ്പറമ്പ് സർ സയ്യിദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകിയതാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് KSU ആരോപണം. തളിപ്പറമ്പ് സർ സയ്യിദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തെരഞ്ഞെടുപ്പിൽ KSUവും MSFും സഖ്യമായല്ല മത്സരിക്കുന്നത്. ഇന്നലെ നോമിനേഷൻ നൽകുവാൻ കോളേജിലേക്ക് പോകുമ്പോഴാണ് സംഭവം. നോമിനേഷൻ കീറിയെറിഞ്ഞുവെന്നും KSU ആരോപിക്കുന്നു. കൂടാതെ യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞുവെച്ച് മർദ്ദിച്ചുവെന്നും അജ്മൽ റോഷൻ പരാതിയിൽ പറയുന്നു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.
ഈ ശബ്ദത്തെ ഭയപ്പെടുന്നതാര്? എഴുത്തുകാരന്റെ നാവ് മൂടാനാകില്ല. ഷിജു ഖാനെ സാഹിത്യോത്സവത്തിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം. കേരള സാഹിത്യ അക്കാദമിയുടെ സാർവദേശീയ സാഹിത്യോത്സവത്തിൽ നിന്നും ഡിവൈഎഫ്ഐ നേതാവ് ഷിജു ഖാനെ ഒഴിവാക്കി പരിപാടി റദ്ദു ചെയ്തതിനെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം. ഷിജു ഖാന്റേത് ഉൾപ്പെടെയുള്ള വ്യത്യസ്ത ശബ്ദങ്ങൾ നിശബ്ദമാക്കുവാനുള്ള ചിലരുടെ ഗൂഢാലോചനയും ഫ്യൂഡൽ ചിന്താഗതിയുമാണ് ഇതിന് പിന്നിലെന്നാണ് ചില ഇടത് പ്രൊഫൈലുകളിൽ നിന്നും വരുന്ന വിമർശനങ്ങൾ. ആരെ പേടിച്ചാണ് ഷിജു ഖാനെ ഒഴിവാക്കിയതെന്ന് വ്യക്തമാക്കണം എന്നാണ് പോസ്റ്റുകളിലൂടെ ഇവർ ആവശ്യപ്പെടുന്നത്. സ്ഥാപിത താൽപര്യക്കൂട്ടങ്ങളുടെ ഇത്തരം ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ഷിജു ഖാനെ പിന്തുണയ്ക്കുന്നവർ ഫേസ്ബുക്കിൽ കുറിച്ചു. ഷിജു ഖാൻ ശിശുക്ഷേമ സമിതിയുടെ ചുമതലയിലിരിക്കെ ദത്ത് വിവാദത്തിൽ സ്വീകരിച്ച നിലപാടിന്റെ പേരിലാണ് അദ്ദേഹത്തെ സാഹിത്യോത്സവത്തിൽ നിന്നും ഒഴിവാക്കിയതെന്നാണ് സൂചന. ഷിജു ഖാൻ സംസാരിച്ചാൽ ദത്ത് വിവാദത്തിൽ ഉൾപ്പെട്ട അനുപമ ഉൾപ്പെടെ പ്രതിഷേധിക്കുമെന്ന് ഭയന്നാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത് എന്നാണ് വിവരം. ദത്ത് വിവാദത്തിൽ ഷിജു ഖാൻ സ്വീകരിച്ച നിലപാടടക്കം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയാകുമ്പോൾ അദ്ദേഹത്തിന്റെ വിവിധ പദവികളിലെ പ്രവർത്തനങ്ങളും നിലപാടുകളും മികച്ചതായിരുന്നു എന്ന് അഭിപ്രായപ്പെടുകയാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം. യൂത്ത് കോൺഗ്രസ് പരിപാടി ഞാൻ ഏറ്റിരുന്നില്ല. രമ്യ ഹരിദാസാണ് പങ്കെടുക്കാമെന്ന് ഉറപ്പു നൽകിയത്. ചാണ്ടി ഉമ്മൻ. കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസ് പരിപാടി താൻ ഏറ്റിരുന്നില്ലെന്ന് ചാണ്ടി ഉമ്മൻ എംഎൽഎ. രമ്യ ഹരിദാസാണ് പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഉറപ്പു നൽകിയത്. സാഹചര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാമെന്ന് മാത്രമാണ് അറിയിച്ചത്. നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് വിദേശത്താണ് ഉണ്ടായിരുന്നത്. പുലർച്ചെയാണ് കോഴിക്കോടെത്തിയത്. രാവിലെ മണ്ഡലം പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ പരിപാടി കഴിഞ്ഞെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളിലും വിവാദമുണ്ടാക്കുന്നത് ശരിയായ നിലപാടല്ല. സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ പങ്കെടുക്കൂ എന്ന് അറിയിച്ചിരുന്നുവെന്നും ചാണ്ടി ഉമ്മൻ മറുപടി നൽകി. ഡൽഹിയിൽ 2 നില കെട്ടിടം തകർന്നു വീണു 3 പേർ മരിച്ചു. ഡൽഹിയിൽ കെട്ടിടം തകർന്നു വീണ് 3 പേർ മരിച്ചു. ദരിയാഗഞ്ചിലാണ് സംഭവമുണ്ടായത്. 2 നിലകളുള്ള കെട്ടിടമാണ് തകർന്നു വീണത്. പരിക്കേറ്റ 3 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചു. ഫയർ എഞ്ചിനുകൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയതെന്ന് ഡൽഹി ഫയർഫോഴ്സ് അറിയിച്ചു. കെട്ടിടത്തിന്റെ ബലക്ഷയമാണ് തകർന്നു വീഴുവാൻ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഉച്ചയ്ക്ക് 12:14 സംഭവത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചു. തുടർന്ന് 4 ഫയർ ടെൻഡറുകൾ സ്ഥലത്തേക്കെത്തി. 2 നിലകളുമുള്ള കെട്ടിടമാണ് തകർന്നു വീണതെന്ന് ഡൽഹി ഫയർ സർവീസസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.